മൈ റൈറ്റിംഗ് ജേണി എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അഗ്നി നക്ഷത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചിട്ടായിരുന്നു, 2025 എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അല്ലേ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഞാൻ ഈ പുസ്തകം എഴുതി എന്നുള്ളതാണ്. റൈറ്റിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രതിലിപിയിൽ നിന്നായിരുന്നു. നോർമലായി കഥകൾ വായിക്കാൻ വേണ്ടി എൻ്റെ ചേച്ചിയായിരുന്നു പ്രതിലിപി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. വായന ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ ചെറിയ ചെറിയ കഥകൾ തുടങ്ങി തുടർക്കഥകൾ വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു മോഹം എനിക്കൊന്ന് എഴുതി തുടങ്ങുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പ്രതിലിപിയിൽ എഴുതി തുടങ്ങിയ ഒരു വർഷം എന്ന് പറയുന്നത് 2022 ആണ്. ആ സമയത്ത് അധികം വായനക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് എനിക്ക് ഒരുപാട് വായനക്കാരെ കിട്ടി. അഗ്നിനക്ഷത്രം എഴുതി അവസാനിപ്പിച്ച സമയത്തായാലും എനിക്ക് ഒരുപാട് വായനക്കാരെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ സപ്പോർട്ടാണ് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ റൈറ്റിംഗ് ജേണിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക. പിന്നെ കാണാം. ബൈ.